വളയ്ക്കാ ഒരു മുട്ടിന് പഠിച്ചു അനക്കും ടിക്കറ്റ് ആണ് ഉണ്ട്. അബുദാബി ഷെയ്ഖ് ഫഹദ് ഫെസ്റ്റിവലിന് പോയ വിശേഷങ്ങളാണ്. കണ്ണഞ്ചിക്കുന്ന കാഴ്ചകളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമുക്ക് കാണുമ്പോൾ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിലുള്ള ഓർമ്മ കാഴ്ചകളെല്ലാം കാണുമ്പോൾ ഇത് അബുദാബിയിലെ അൽ വത്ബ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. 2024 സ്റ്റാർട്ട് ചെയ്തതാണ്. 2025 ഫെബ്രുവരി 25 വരെ ഉണ്ടാവുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഏകദേശം ഒരു ഈവനിങ് 4 PM മുതൽ മിഡ് നൈറ്റ് വരെയുള്ള നമുക്ക് ഈ ഫെസ്റ്റിവൽ എൻജോയ് ചെയ്യാം. മെയിനായിട്ട് ഇവിടെ ഉള്ളത് എന്താ പറയുക, ദുബായിൻ്റെ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട്, സാങ്ച്വറി ഉണ്ട്, എഡ്യൂക്കേഷണലായിട്ടുള്ള ഇങ്ങനെ എഡ്യൂക്കേഷണൽ അങ്ങനെയുള്ള പവലിയൻസ് ഉണ്ട്, അമ്യൂസ്മെൻറ്റ് പാർക്ക്, ഗെയിംസ്, ഇതെല്ലാം ഇതിൻ്റെ ഒരു വലിയ ഷോസ് തന്നെ ഉണ്ട്. വലിയൊരു ഏരിയ തന്നെ ഉണ്ട് ഈ ഗെയിംസിനും. അങ്ങനെ അവരുടെ ട്രഡീഷൻ, അവർ അങ്ങനെ ജീവിച്ചില്ല ആ ട്രഡീഷൻ അതെല്ലാം കാണിക്കുന്നതും പിന്നെ അങ്ങനെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഫെസ്റ്റിവൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചകളിലേക്ക് പോകാം. മറ്റേ ലുക്കിമാത്തിന്റെ വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചു ഉണ്ടര വീഡിയോ. റൊണാൾഡോ പക്ഷെ ഇത് അടുത്തടുത്തുണ്ടെന്നു. മുട്ട
ഇതെന്ത് കീച്ചേന്? ഇതെന്ത് കീച്ചേന്? ഇവിടെ എല്ലാ പവലിയനും അടുത്തടുത്തായിട്ടാണ്. അപ്പോൾ നമുക്കെല്ലാം പെട്ടെന്ന് കയറി കാണാൻ പറ്റും. ഓരോ രാജ്യത്തിൻ്റെയും പ്രൊഡക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അവരുടെ ട്രഡീഷണലായിട്ടുള്ള അവരുടെ രാജ്യത്തിലെ സംഭവങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇത് ഉസ്ബെക്കിസ്ഥാൻ്റെ ഒരു പവലിയനിൽ കയറിയ വിശേഷമാണ്. അവരുടേതായിട്ടുള്ള എന്താ പറയണ്ടേ, അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ്, ചപ്പൽ, അവരുടെ ഓർണമെൻറ്റ്സ് നല്ല ഭംഗിയില്ല ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് അല്ലേ. നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. പിന്നീട് സ്പെഷ്യലായിട്ട് ഞാനൊന്ന് കണ്ടതെന്ന് വെച്ചാൽ അവർ വുഡ് കൊണ്ട് എന്താ പറയണ്ടേ എയറോപ്ലെയിനും അതുപോലെയുള്ള ജെറ്റും അതെല്ലാം ഉണ്ടാക്കിയതാണ്. ഇതാ കണ്ടില്ലേ എന്താ ഒരു ഭംഗി. ആ ഒരു പ്ലെയിനിൻ്റെ ആ സ്ട്രക്ചർ കംപ്ലീറ്റ് ഉണ്ട്, നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്തെടുത്തല്ലേ. ഇതെല്ലാം ഒരു കല തന്നെയാണ്. അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ഞാൻ കുറേ സമയം ഇതിങ്ങനെ ശ്രദ്ധിച്ച് നോക്കി. പിന്നെ ഉള്ളത് ലേസർ ഷോ ആണ്. അത് ഒരുപാട് സമയം ഉണ്ട് ലേസർ ഷോ. അതും വാട്ടർ ഫൗണ്ടൈൻ വെച്ചിട്ടുള്ള ലേസർ ഷോ എല്ലാം. അത് വേറൊരു എപ്പിസോഡിൽ കാണിക്കാം, വേറൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ഒരുപാട് എല്ലാം കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് ഗോവയിൽ നിന്ന് പിന്നെ ദുബായിൻ്റെ ഒരു ജ്വല്ലറി ഉണ്ടോ, ഒരു ട്രഡീഷണലായിട്ടുള്ള ഓർണമെൻറ്റ്സ് മാത്രമേ ഈ ജ്വല്ലറിയിലുള്ളൂ. എല്ലാം അവർ ആ ട്രഡീഷണൽ ഒരു സ്റ്റൈലിൽ ജ്വല്ലറി മാത്രം. നല്ല ഭംഗിയിൽ കാണാൻ. വലുതായിരിക്കും, വലിയ ആഭരണങ്ങളായിരിക്കും. കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ചിക്കൻ ചുട്ടതും പൊള്ളിച്ചതും അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. അതും ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടായത്. പിന്നെ നമ്മൾ ഒരു ഫിഷ് പൊള്ളിച്ചത് വാങ്ങിയത്. വെള്ളം വേണം.